Read. In a television program, a scientist was talking about how our world would be in 2050. ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ഒരു ശാസ്ത്രജ്ഞൻ സംസാരിക്കുകയായിരുന്നു about how our world, നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും 2050 The points he mentioned are given in the box below. അദ്ദേഹം പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പീപ്പിൾ live longer. ഒരുപാട് കാലം ജീവിക്കും ആളുകൾ. മോർ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. പോപ്പുലേഷൻ ഒരുപാടാവും. റോബോട്ട്സ് ഡു ഡിഫിക്കൽട്ട് വർക്ക്. നോട്ട് മെനി ജോബ്സ് അധികം ഉണ്ടാവില്ല. പീപ്പിൾ ഹാവ് മോർ ഫ്രീ ടൈം. മനുഷ്യർക്ക് ഒരുപാട് ഫ്രീ സമയം ഉണ്ടാവും. ലെസ് നേച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങൾ കുറയും. ലൈക്ക് എയർ, വാട്ടർ, ട്രീസ്. പീപ്പിൾ ഫ്ലൈയിങ് ടു അതർ പ്ലാനറ്റ്സ്. അതർ പ്ലാനറ്റിലേക്ക്, മറ്റ് ഗ്രഹങ്ങളിലേക്ക് ആളുകൾ ഫ്ലൈ ചെയ്യും. പീപ്പിൾ നോട്ട് വെരി ഹാപ്പി. ആളുകൾ അത്ര സന്തോഷവാന്മാരാവില്ല. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഡിസ്കസ് വിത്ത് യുവർ പാർട്ട്ണർ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക് ആസ് ഗിവൻ ഇൻ ദി എക്സാമ്പിൾ. എക്സാമ്പിൾ തന്നത് അതേപോലെ തന്നെ എഴുതണം. റിമെമ്പർ ടു യൂസ് വിൽ ഓർ വിൽ ബി. വിൽ അല്ലെങ്കിൽ വിൽ ബി ആണ് ചേർക്കേണ്ടത്. വിൽ ഉപയോഗിക്കുന്നത് ജനങ്ങൾ കൂടുതൽ ജീവിക്കും. ആ ക്കും എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ റോബോട്ട്സുകൾ ഡിഫിക്കൽട്ട് വർക്ക് ചെയ്യും. പിന്നെ ഒരു അവസ്ഥ എങ്ങനെ ആവും എന്നുള്ളതിന് വിൽ ബി ഉപയോഗിക്കാം. ഇപ്പോൾ പോപ്പുലേഷൻ ഹൈ ആവും. ഈ ആവും എന്നുള്ളതിന് വിൽ ബി ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യും എന്നുള്ളതിന് വില്ലും ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം എഴുതിയിട്ടുള്ളത്? പീപ്പിൾ ലിവ് ലോങ്ങർ. ജനങ്ങൾ കൂടുതൽ കാലം ജീവിക്കുമെന്നുള്ളതാണ്. ആഫ്റ്റർ 50 years, 50 വർഷങ്ങൾക്ക് ശേഷം, പീപ്പിൾ വിൽ ലിവ് ലോങ്ങർ. ഒരുപാട് കാലം ജീവിക്കും. വില്ലല്ല വേണ്ടത്, ജീവിക്കും എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ആയിരിക്കണം ബാക്കിയുള്ളത് നമ്മൾ എഴുതേണ്ടത്. അടുത്ത മോർ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. പോപ്പുലേഷൻ കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ കൂടുതൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഉണ്ടാവും എന്നുള്ളതിന് വിൽ ബി ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദർ വിൽ ബി എന്ന് പറയുന്ന ഒരു രൂപം നമുക്ക് ഉപയോഗിക്കാം. ദർ വിൽ ബി മോർ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ഇനി അടുത്ത എക്സാമ്പിൾ എന്താണ്? റോബോട്ടുകൾ ഡിഫിക്കൽട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ചെയ്യും എന്ന് പറയുമ്പോൾ വില്ലല്ല വേണ്ടത്. റോബോട്ട്സ് വിൽ ഡു ഡിഫിക്കൽട്ട് വർക്ക്. അടുത്തത് എന്താണ്? നോട്ട് മെനി ജോബ്സ്. അധികം ജോലി ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ വിൽ ബി അല്ല ഉപയോഗിക്കേണ്ടത്. നോട്ട് അവിടെ ഉണ്ട്. റോബോട്ടുകൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ധാരാളം ജോലികൾ ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്നുള്ളതിന് വിൽ ബി അല്ലെങ്കിൽ വിൽ നോട്ട് ബി. അപ്പോൾ ദർ വിൽ നോട്ട് ബി മെനി ജോബ്സ്. ഇനി അടുത്തത് എന്താണ്? പീപ്പിൾ ഹാവ് മോർ ഫ്രീ ടൈം. ജനങ്ങൾക്ക് കൂടുതൽ ഫ്രീ ടൈം കിട്ടും. പീപ്പിളിന് കിട്ടും എന്നുള്ളതാണെങ്കിൽ പീപ്പിൾ വിൽ ചേർത്താൽ മതി. പീപ്പിൾ വിൽ ഹാവ് മോർ ഫ്രീ ടൈം. നെക്സ്റ്റ് വൺ, നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് എയർ, വാട്ടർ, ട്രീസ്. അതെല്ലാം കുറയും എന്നുള്ളതാണ്. കുറയും എന്നുള്ളത് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് എയർ, വാട്ടർ, ട്രീസ് വിൽ ബി ലെസ്. പീപ്പിൾ വിൽ ബി ഫ്ലൈയിങ് ടു അതർ പ്ലാനറ്റ്സ്. പീപ്പിൾ വിൽ നോട്ട് ബി വെരി ഹാപ്പി. അവരൊന്നും വലിയ ഹാപ്പി ആവില്ല. ആവില്ല എന്നുള്ളതിന് വിൽ ബി അല്ലെങ്കിൽ വിൽ നോട്ട് ബി. ഞാനൊരു ഡോക്ടർ ആവും എന്നുള്ളതിന് ഐ വിൽ ബി എ ഡോക്ടർ. അവനൊരു പാട്ടുകാരനാവും എന്നാണെങ്കിലോ ഹി വിൽ ബി എ സിംഗർ. ഒരു കാര്യം ചെയ്യും എന്നുള്ളതിന് അവിടെ വിൽ ബി വേണ്ട. രോഗികളെ പരിശോധിക്കും അല്ലെങ്കിൽ പഠിക്കും. ഞാൻ പഠിക്കും എന്നുള്ളതിന് എങ്ങനെ പറയാം? വിൽ ബി വേണോ? ഐ വിൽ സ്റ്റഡി. അവൻ പോകും എന്ന് പറയുകയാണെങ്കിലോ ഹി വിൽ ഗോ. വിൽ മാത്രം മതി. ഒരു കാര്യം ചെയ്യും എന്നുള്ളതിന് വിൽ മാത്രം മതി. അതല്ല അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളതിന് വിൽ ബി എന്ന് ചേർക്കാം. The students mentioned in box A below have finished their degree course. A കോളത്തിൽ കുറച്ച് കുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈച്ച് വൺ വാണ്ട്സ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഇൻ ലൈഫ്. അവർ ഓരോരുത്തരും ജീവിതത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ബോക്സ് എ ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് ദേ ആർ ഗുഡ് അറ്റ്. അവർക്ക് എന്തിനൊക്കെ കഴിവുണ്ട്, അവരെന്തിനൊക്കെ ഗുഡ് അറ്റ് ആണെന്നുള്ള കാര്യം അവിടെ എ കോളത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിത്ത് ദിസ് ഇൻഫർമേഷൻ യു ആൻഡ് യുവർ പാർട്ട്ണർ ഹാവ് ടു സെലക്ട് ഫ്രം ബോക്സ് ബി. അവരുടെ ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം ബി കോളത്തിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം.
വാട്ട് കൈൻഡ് ഓഫ് ജോബ് ദേ ആർ പ്ലാനിങ് ടു ഡു. അവർ ഏതൊക്കെ തരം ജോലിയാണ് അന്വേഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാം. ദ ഫസ്റ്റ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒന്നാമത് നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആനന്ദിനെ പറ്റിയിട്ട്. ആറാമത്തത്, ആനന്ദ് നോസ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്. ആനന്ദിന് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ എന്തായിരിക്കും അവൻ പ്ലാൻ ചെയ്യുക? സ്വാഭാവികമായിട്ടും അവന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആവും താല്പര്യം. ഹീസ് ഗോയിങ് ടു സ്റ്റഡി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അവന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഈ ഗോയിങ് ടു? ഹീസ് ഗോയിങ് ടു കോളേജ്. ഐ എം ഗോയിങ് ടു കോളേജ്. ദേ ആർ ഗോയിങ് ടു കോളേജ് എന്നാണെങ്കിൽ അവർ കോളേജിലേക്ക് പോകുന്നു, ഞാൻ കോളേജിലേക്ക് പോകുന്നു, അവൻ കോളേജിലേക്ക് പോകുന്നു. പോകുന്നു പറയാം, പോവുകയാണെന്ന് പറയാം. ഞാൻ കോളേജിലേക്ക് പോവുകയാണ്, അവർ ഇപ്പോൾ കോളേജിലേക്ക് പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാം. അതൊക്കെ പ്രസൻ്റാണ്, ഇപ്പം നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതെങ്ങനെ ഫ്യൂച്ചറിൽ പറയും? ഫ്യൂച്ചറിൽ പറയാം, ഫ്യൂച്ചറിലും ഈ കാര്യം പറയാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ അതിന് ശേഷം ആ ഫ്യൂച്ചറിനെ സംബന്ധിക്കുന്ന നാളെ, മറ്റന്നാൾ, അടുത്ത ആഴ്ച എന്നുള്ള വാക്ക് അതിലുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി കോളേജിന് പകരം സ്റ്റഡി എന്നാണെങ്കിലോ, ഹീസ് ഗോയിങ് ടു സ്റ്റഡി. അവൻ പഠിക്കാൻ പോവുകയാണെന്ന് പറയും. അത് ഈ പോവുകയാണെന്ന് പറയുന്ന ആ പോവലാണ് അവിടെ ഉള്ളത്. പക്ഷേ വേറൊരു യൂസേജും ഗോയിങ് ടുനുണ്ട്. ഈ നമ്മൾ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ചലിക്കുന്നതിന് മാത്രമല്ല ഈ ഗോയിങ് ടു പറയുക. ഫ്യൂച്ചറിൽ ഒരു കാര്യം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ തുടങ്ങാൻ പോവുക എന്ന് പറയുമ്പോൾ എന്താണ്, ആ നടത്തലല്ലോ അവിടെ വരുന്നത്. പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം ഒരു കാറ് വാങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവിടെ പോവില്ലല്ലോ. ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നതിനാണ് അവിടെ ഗോയിങ് ടു പറയുന്നത്. അത് വേറെ യൂസേജാണ്. അത് ഫ്യൂച്ചറിൻ്റെ മീനിങ് ആണ് അതിന് വരുന്നത്. അപ്പോൾ ഈസ് ഗോയിങ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതൊരു പ്രസൻ്റ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാൻ പോവലാണ് അതിന് ഉദ്ദേശമെങ്കിൽ അത് ഫ്യൂച്ചർ ഫോം ആയിരിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശമാണ് ഇവിടെ ഗോയിങ് ടുനുള്ളത്. ആൻസേഴ്സ് നോക്കാം. ശരത് നോസ് ഹൗ ടു ഡ്രൈവ്. ശരത്തിന് എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് അറിയാം. അത് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക? അതുമായി ബന്ധപ്പെട്ടത് എന്താണ്? അദ്ദേഹം ഹീസ് ഗോയിങ് ടു വർക്ക് ഇൻ ടൂറിസം ഫീൽഡ്. അതിൻ്റെ കൂടെ ഗോയിങ് ടു നമ്മൾ ചേർക്കണമെന്ന് മാത്രം. നിമ്മി ലൈക്സ് ടു ഡിസൈൻ ക്ലോത്ത്സ്. നിമ്മിക്ക് ക്ലോത്ത്സ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഷി ഈസ് ഗോയിങ് ടു, ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഡി, ഷി ഈസ് ഗോയിങ് ടു ബിക്കം എ ഫാഷൻ ഡിസൈനർ. ഹീറ ഈസ് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്. അവൾ മാത്തമാറ്റിക്സിൽ ഉഷാറാണ്. അപ്പോൾ അതുകൊണ്ട് ഷീ ഈസ് ഗോയിങ് ടു, ഇ ആണ്, ഷീ ഈസ് ഗോയിങ് ടു ഗെറ്റ് എ ബാങ്ക് ജോബ്. അവൾക്കൊരു ബാങ്ക് ജോബ് കിട്ടാൻ പോവുകയാണ്. ഇത് വില്ലിൻ്റെ ഉദ്ദേശം തന്നെയാണ്. ഷീ വിൽ ഗെറ്റ് എ ബാങ്ക് ജോബ്, അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അത് തന്നെയാണ് ഈസ് ഗോയിങ് ടു എന്നുള്ളത്. വേറൊരു തരത്തിൽ നമ്മൾ പറയുന്നെന്ന് മാത്രം. നെക്സ്റ്റ്, രാജൻ ലവ്സ് ടു റീഡ് ആൻഡ് റൈറ്റ്. രാജന് വായിക്കാനും എഴുതാനും ഇഷ്ടമാണ്. അതുകൊണ്ട് he is going to try to become an author. He will try to become an author. അതും പറയാം, ഇതൊരു വേറെ യൂസേജ് മാത്രം. താര ലൈക്സ് ടു വർക്ക് ഫോർ ദ സൊസൈറ്റി. താരക്ക് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഷീ ഈസ് ഗോയിങ് ടു ഡു സോഷ്യൽ വർക്ക്. ആനന്ദ് നോസ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്. ആനന്ദിന് കമ്പ്യൂട്ടറിനെ പറ്റി അറിയാം. അപ്പോൾ എന്താണ്? ഹി ഈസ് ഗോയിങ് ടു സ്റ്റഡി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്.